ബൽറാം, ഇപ്പോൾ ഈ നേതാക്കൾക്ക് മടങ്ങേണ്ടതാണല്ലോ. KPCC അധ്യക്ഷൻ ഇവിടെ എത്തേണ്ടതാണ്, പ്രതിപക്ഷ നേതാവിന് എത്തേണ്ടതാണ്, ഇവിടുത്തെ പ്രചാരണം നയിക്കേണ്ട രണ്ട് നേതാക്കളാണ്, അവരുടെ മണ്ഡലത്തിൽ പോകേണ്ടതാണ്. അപ്പോൾ ഇന്ന് പുലർച്ചെ തന്നെ ഈ രണ്ടുപേരും കേരളത്തിലേക്ക് മടങ്ങേണ്ടതുമാണല്ലോ. അപ്പോൾ ഈ പട്ടിക അതിനു മുൻപ് വരണം. ഈ സുധാകരന്റെ കാര്യത്തിൽ മാത്രമാണോ ഇപ്പോൾ ഈ തർക്കം തുടരുന്നത്? നിർണായക രാഷ്ട്രീയ മണിക്കൂറാണിപ്പോൾ കടന്നുപോകുന്നത്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾക്ക് പിന്നാലെ ചർച്ചകൾ, പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നതാണ്. വൈകിട്ട് യോഗം ചേർന്നു, പക്ഷേ പട്ടികയിൽ അന്തിമ ധാരണയായില്ല. സുധാകരന് ഇളവ് നൽകുമോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അദ്ദേഹത്തിന് ഇളവ് നൽകി മത്സരിപ്പിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പട്ടിക പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും കാര്യങ്ങൾ മാറിമറിയുന്നത്. ഒടുവിൽ രാത്രി വൈകി വരുന്ന വാർത്ത അത് മല്ലികാർജ്ജുൻ ഖർഗെക്ക് MP-മാർക്ക് ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ അതൃപ്തിയുണ്ട് എന്നതാണ്. പാർട്ടിയെടുത്ത ഒരു പൊതു തീരുമാനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് കോൺഗ്രസ് എടുത്ത ഒരു പൊതു തീരുമാനമാണ്. ആ തീരുമാനം എന്തുകൊണ്ട് മാറ്റേണ്ടി വന്നു എന്നുള്ള ചോദ്യം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയായിരിക്കും? ഈ സുധാകരന് ഇളവ് നൽകി അദ്ദേഹത്തെ ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. ബൽറാം, ഈ സുധാകരൻ എന്നുള്ള ഒറ്റ വിഷയത്തിലാണോ ഇപ്പോൾ ഈ പട്ടിക വൈകുന്നത്? ബൽറാം, ഉന്മേഷ്, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി സ്വീകരിച്ച പൊതുതത്വത്തിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്നുള്ളത്. ആ കാര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളത്. അത് ഈ സ്ഥാനാർത്ഥി പട്ടിക രൂപീകരിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി സ്വീകരിച്ച ഒരു തീരുമാനമാണ്. AICCയുടെ നിർദ്ദേശമനുസരിച്ച് KPCC അധ്യക്ഷൻ MP-മാരെ ഈ ഒരു തീരുമാനം അറിയിക്കുകയും ചെയ്തതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുകയും ചെയ്തത്. എന്നാൽ തൊട്ടു പിന്നാലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഈ പാർട്ടി സ്വീകരിച്ച പൊതുതത്വത്തിൽ നിന്നും എന്തിനു പുറകോട്ട് പോയി എന്നുള്ളത് മല്ലികാർജ്ജുൻ ഖാർഗെയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ മണിക്കൂറിൽ പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരത്തെ മാധ്യമങ്ങളോട് ഒന്നാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തത്വത്തിന് അധിഷ്ഠിതമായാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് എന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെ വാക്കുപോലും വിലയില്ലാത്തതായ അല്ലെങ്കിൽ അത് സത്യമല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അടുത്ത അതൃപ്തി നേതാക്കളെ ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നതും. അതേസമയം സംസ്ഥാനത്തെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും മറ്റ് ദേശീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും സുധാകരൻ ഒപ്പം തന്നെ അടൂർ പ്രകാശ് എന്നീ നേതാക്കൾ അവർ മത്സരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിൽ സാഹചര്യം ഏതാണ്ട് വ്യക്തമാണ്. കാരണം അത് സംസ്ഥാനത്തെ പാർട്ടിക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടിക്ക് കാരണമാകും. ഇരുവരെയും പിണക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എന്ന ഒരു ബോധ്യം ഈ നേതാക്കൾക്ക് ഉണ്ട്. അത്തരത്തിലേക്ക് സമ്മർദ്ദം ചെന്നെത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ നടപടികൾ പോലും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇരുവരും ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. കൂടാതെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണാനിരുന്നതാണ്. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും എന്ന് നേതാക്കൾക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ടാണ്. ബൽറാമിലേക്ക് തന്നെ എത്താം. നിർണായക യോഗമാണ് ഇപ്പോൾ
ഡൽഹിയിൽ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടക്കുന്നത്. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ MP-മാർക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഖർഗെയുടെ അതൃപ്തിക്ക് പിന്നാലെയാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ആ പട്ടിക, രണ്ടാം ഘട്ട പട്ടിക ഇപ്പോൾ പുറത്തിറങ്ങും. അതിൽ K. സുധാകരന്റെ പേരുണ്ടാകുമോ, അതിൽ മറ്റേതെങ്കിലും സർപ്രൈസ് പേരുകൾ ഉണ്ടാകുമോ എന്നിങ്ങനെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, എത്ര സമയം വരെ ഈ യോഗം ഇങ്ങനെ നീണ്ടുപോകും ബൽറാം? ഉന്മേഷ്, ഈ പാർട്ടി കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു ഉറപ്പോ അല്ലെങ്കിൽ അത്തരത്തിലെ ഒരു പ്രവചനമോ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പതിവ് രീതിയിലുള്ള നീക്കങ്ങളല്ല ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് സാധാരണ രീതിയിൽ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു. ആ ഒരു യോഗം നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന സാധ്യതാ പട്ടികയിലെ പേരുകൾ അതിൽ നിന്നും അവസാന പേരിലേക്ക് എത്തുന്നു, അത് അംഗീകരിക്കുന്നു, പിരിയുന്നു, പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ശൈലി. എങ്കിൽ കേരളത്തിൽ കാര്യത്തിൽ അതിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു, വലിയ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പോലും നേതാക്കൾ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി. ഇതെല്ലാം തന്നെ ഈ ഒരു യോഗത്തെ, പ്രത്യേകിച്ച് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ ചേർന്ന യോഗത്തെ കൂടുതൽ സങ്കീർണമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെയാണ് K. സുധാകരൻ, അടൂർ പ്രകാശ് എന്നീ സംസ്ഥാനത്തെ തന്നെ ഏറെ സ്വാധീനമുള്ള നേതാക്കൾ മത്സരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോയതും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് തന്നെയായിരുന്നു K. സുധാകരന്റെ നിലപാട്. അദ്ദേഹത്തിന് മുന്നിൽ പല വഴികൾ, പല സമവായ ഫോർമുലകൾ നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നതാണ്. അദ്ദേഹം നിർദ്ദേശിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കാം എന്നതടക്കമുള്ള ഉപാധികൾ അദ്ദേഹത്തിന് മുന്നിൽ വച്ചിരുന്നുവെങ്കിലും യാതൊരു തരത്തിലുള്ള ഉപാധികൾക്കും വഴങ്ങാൻ K. സുധാകരൻ തയ്യാറല്ലായിരുന്നു. താൻ മത്സരിക്കും എന്നുള്ള കാര്യം സുധാകരൻ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതുതത്വം അത് പാർട്ടി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചാൽ പോലും അതിന് വഴങ്ങാൻ തയ്യാറല്ല, അത് അംഗീകരിക്കാൻ തയ്യാറല്ല. താൻ അതിനു മുമ്പ് താൻ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് നടത്തേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു K. സുധാകരന്റെ നിലപാട്. അത് അദ്ദേഹം വൈകാരികമായി കൂടി ആണ് അക്കാര്യം പ്രതികരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ പ്രവർത്തിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. ദേശീയ നേതാക്കൾ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അവർ അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായത് തന്നെ. ആ ഘട്ടത്തിലെല്ലാം തന്നെ സംസ്ഥാനത്ത് മത്സരിക്കാനാണ്, അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് തനിക്ക് താല്പര്യം എന്ന് K. സുധാകരൻ നേതാക്കളെ അറിയിച്ചിരുന്നു. അത് രാഹുൽ ഗാന്ധിയുമായി തന്നെ നേരിട്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് K. സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതിൻ്റെ ഈ ആശയവിനിമയത്തിന്റെ കൃത്യമായ രേഖകൾ പോലും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നാണ് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറാൻ ഉചിതം എന്ന് K. സുധാകരൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം താൻ മത്സരിക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ പ്രഖ്യാപിച്ച കാര്യത്തിൽ നിന്നും എന്ത് സാഹചര്യം ഉണ്ടായാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് K. സുധാകരന്റെ ഒരു നിലപാട്. അതിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നേതാക്കൾ പല ഘട്ടങ്ങളിലായി നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയും K. സുധാകരൻ ഒരു പക്ഷേ തുറന്ന പ്രതികരണത്തിലേക്ക് പോയേക്കുമെന്ന സാഹചര്യം ഇന്ന് രാവിലെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് K. സുധാകരൻ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ആ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ അദ്ദേഹത്തെ സമവായത്തിലെത്തിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയത്. അതിന് ഏകമാർഗം അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് പാർട്ടിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം K. സുധാകരനെയോ അടൂർ പ്രകാശിനെയോ പോലെയുള്ള രണ്ട് നേതാക്കളെ പിണക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമായേക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയസാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട് എങ്കിൽ പോലും ഓരോ സീറ്റും നിർണായകമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഒപ്പം തന്നെ ഈ നേതാക്കൾ താല്പര്യം അറിയിച്ച മണ്ഡലങ്ങൾ അത് നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്.
ആ മണ്ഡലങ്ങൾ ഇരു നേതാക്കളും മത്സരിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അത് തങ്ങളുടെ വ്യക്തിപരമായ നേട്ടത്തിനല്ല, വ്യക്തിപരമായ ഒരു ആവശ്യത്തിനല്ല, മറിച്ച് കേരളത്തിൽ പാർട്ടി അധികാരത്തിൽ എത്തണം എന്നുള്ള ആവശ്യം അത് നടപ്പാകണമെങ്കിൽ തങ്ങൾ മത്സരിച്ചേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള തങ്ങളുടെ ഒരു പങ്കാണ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങണം എന്ന താല്പര്യത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നുമാണ് ഈ നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റ് സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലങ്ങളിൽ നിർത്തുകയാണെങ്കിൽ അവർക്ക് വിജയസാധ്യത ഉറപ്പു നൽകാനാകില്ല എന്ന് മാത്രമല്ല, ഈ നേതാക്കളെ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടിക്ക് കാരണമാകും. പാർട്ടി തീരുമാനം അംഗീകരിക്കാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് എത്തും കാര്യങ്ങൾ. അത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ സീറ്റിൽ മാത്രമല്ല ജില്ലയിലെ മറ്റ് സീറ്റുകളിലും സംസ്ഥാനത്തെ മറ്റ് പല നിർണായക മണ്ഡലങ്ങളിലും അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന വിലയിരുത്തലുണ്ട്. സമാനമായി തന്നെ പത്തനംതിട്ടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് അടൂർ പ്രകാശ്. അദ്ദേഹത്തെ പിണക്കിക്കൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ തിരഞ്ഞെടുപ്പിനുമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാകും, വലിയ വെല്ലുവിളിയാകും തിരഞ്ഞെടുപ്പിൽ അത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളുടെ കാര്യത്തിൽ ഇളവുകൾ നൽകാം എന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും AICC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ പാർട്ടി താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു തീരുമാനം അതിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യാൻ ഇടയായ സാഹചര്യം എന്ത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഈ ഒരു തീരുമാനത്തിൽ, ഈ ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കുരുക്കഴിക്കാൻ കഴിയൂ, കാര്യങ്ങൾ സമവായത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് ഈ ഒരു യോഗത്തിൽ പുരോഗമിക്കുന്നത്. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ മധുസൂദൻ മിസ്ത്രിയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അർദ്ധരാത്രി പിന്നിട്ട വേളയിലും ഈ ചർച്ചകൾ ഇപ്പോൾ ചേരുന്ന ഈ പ്രത്യേക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഈ ഒരു കുരുക്കഴിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഈ ഒരു യോഗം പൂർത്തിയാകുന്നതോടെ അത് രാത്രി ഏറെ വൈകിയാലും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും ഉടൻ തന്നെ എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഏറെ നിർണായകമാണ്. അതിൽ ആരുടെയെല്ലാം പേരുകൾ ഉൾക്കൊള്ളും, പ്രത്യേകിച്ച് കെ സുധാകരൻ അവകാശവാദം ഉന്നയിച്ച കണ്ണൂർ മണ്ഡലം, ഒപ്പം തന്നെ അടൂർ പ്രകാശ് മത്സരിക്കാൻ താല്പര്യമറിയിച്ച കോന്നി മണ്ഡലം, ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെല്ലാം പേരുകൾ, ആരുടെ പേരുകൾ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ്. അതിൽ തട്ടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഒപ്പം ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. അതിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ചില മണ്ഡലങ്ങൾ, അത് എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങൾ, ഇവയിൽ ഇപ്പോഴും ഒന്നിലധികം പേരുകൾ ഇപ്പോഴും നേതൃത്വത്തിന് മുന്നിലുണ്ട് എന്നുള്ളതും ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ യോഗം പൂർത്തിയായിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയും KJ ജോർജ്, കേരളത്തിൻ്റെ സ്ക്രീനിംഗ് CEC പട്ടികയിലുള്ള നേതാക്കൾ ഒരാളായ KJ ജോർജ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.